ഓം ശ്രീ ഓം സായിരാം. ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തഃശൗര്യയജ്ഞത്തിന്റെ 284 ഭാഗത്തിലേക്ക് സ്വാഗതം. എന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദ് കാസർഗോഡാണ്. നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പറയുന്നതുമൊക്കെ ശ്രീമതി അനു കാഞ്ഞങ്ങാടാണ്. അനു തുടങ്ങിക്കോളൂ കേട്ടോ. സായിരാം. സായിരാം. ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्ति. നെറ്റ് ഓൾറൈറ്റ് ആണെങ്കിൽ വീഡിയോ ഓൺ ചെയ്തോളൂ. സായിറാം. സായിരാം, പറഞ്ഞോളൂ. എല്ലാവർക്കും എൻ്റെ സായിറാം. ഭഗവാന്റെ പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമം. ശ്രീ സത്യസായി വാണി, ഭാഗം 21. ഈ ലോകത്ത് ഗുണവാന്റെ സഹവാസം ലഭിക്കുന്നത് വിരളമാണ്. ദുഷ്ടന്മാരാകട്ടെ ധാരാളവും. കൃഷ്ണശിലകൾ എല്ലായിടത്തുമുണ്ട്. പക്ഷേ വൈരക്കല്ലുകൾക്ക് വേണ്ടി നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. മനുഷ്യരുടെ ഇടയിൽ വിശ്വാസങ്ങളിലും സാംസ്കാരിക ആചാരങ്ങളിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നുള്ളത് സുവിദിതമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥ ഒരുപോലെയാണെങ്കിൽ പോലും ജനങ്ങളുടെ ജീവിത രീതികളും ആചാരങ്ങളും വിഭിന്നമാണ്. ഈ വിഭിന്നത പ്രകൃതിയിൽ സഹജമാണ്. അതൊരു ന്യൂനതയല്ല, മറിച്ച് ഒരു ആഭരണമാണ്. ഈ നാനാത്വം പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇടയിൽ കാണുവാൻ സാധിക്കുകയില്ല. അതിനു കാരണം അവയ്ക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല എന്നു തന്നെ. മനുഷ്യന് മാത്രമാണ് ഈ കഴിവുള്ളത്. ഒരാളുടെ വിദ്യാഭ്യാസവും പദവിയും ബുദ്ധിശക്തിയും എന്തായിരുന്നാലും ഓരോ മനുഷ്യനും രണ്ട് വസ്തുക്കൾ ആഗ്രഹിക്കുന്നു. വെറുക്കപ്പെടുന്നതും ആകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മഹാനും ഗുണവാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മഹത്വത്തിന് അടിസ്ഥാനമായിരിക്കുന്നത് ലൗകിക സ്വഭാവങ്ങളാണ്. ഒരു മഹാന് ജനങ്ങളെ ആകർഷിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കും. ഒരു ഗുണവാൻ തന്റെ സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് സ്വയം പോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഇവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാൻ വളരെ അധികം സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുന്നു. അയാൾക്ക് അനവധി ഭൗതിക സുഖങ്ങൾ ലഭിക്കുന്നു. ഗുണവാൻ ഈശ്വരാനന്ദം അനുഭവിക്കുന്നു. മഹത്വത്തിന് ഒരു രാജസ സ്വഭാവമാണ് ഉള്ളത്. നന്മയ്ക്കാകട്ടെ സാത്വിക സ്വഭാവമാണുള്ളത്. ഗുണവാന്മാർ സാത്വിക സ്വഭാവം വളർത്തുവാൻ ശ്രമിക്കണം. വർദ്ധിച്ച അഹംഭാവം, വെറുപ്പ്, മമത, ഇഷ്ടാനിഷ്ടങ്ങൾ എന്നിവയൊക്കെ ഉള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ് മഹത്വം കാണപ്പെടുന്നത്. നന്മയാകട്ടെ നിർമ്മലമായ ആനന്ദത്തിലും മറ്റുള്ളവർക്ക് നൽകുന്ന നിസ്വാർത്ഥമായ സേവനത്തിലും കൂടി സ്വയം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ധർമ്മം ഒരു കണ്ണാടി പോലെയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളോടും കൂട്ടുകാരോടും മറ്റുള്ളവരോടുമുള്ള കർത്തവ്യത്തെ പ്രകടമാക്കി തരുന്നു. നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കുന്നു എന്നതാണ് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. വിദ്യാഭ്യാസം, ധനം, ബലം എന്നിവ എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷെ അവ ഓരോന്നിന്റെയും മൂല്യം അവ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു.
ഒരു നല്ല മനുഷ്യന് വിദ്യാഭ്യാസത്തിന്റെ ആനുകൂല്യം ലഭിക്കുമ്പോൾ അത് വിവേകമായി വളർന്ന് അയാളുടെ ജീവിതത്തെ മാതൃകാപരമായി തീർക്കുന്നു. പക്ഷെ ഒരു ചീത്ത ആൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ അയാൾ വിവാദങ്ങളിൽ മുഴുകുകയും വിദ്യാഭ്യാസത്തെ തന്നെ മലിനമാക്കുകയും ചെയ്യുന്നു. ഒരു നല്ല മനുഷ്യന് ധനം ലഭിക്കുമ്പോൾ അത് പരോപകാരത്തിനും ധാർമ്മികമായ പ്രവർത്തികൾക്കും വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. അയാൾ ത്യാഗത്തിൽ തന്റെ ജീവിതത്തെ ഉദ്ധരിക്കുന്നു. പക്ഷേ ഒരു ചീത്തയാൾക്ക് ധനം ലഭിച്ചാൽ അത് അയാളുടെ അഹങ്കാരവും ധാർഷ്ട്യവും വർദ്ധിപ്പിക്കുവാനും ഒടുവിൽ അയാൾ നശിക്കുവാനും കാരണമാകുന്നു. ഒരു ഗുണവാന് ബലമുണ്ടെങ്കിൽ അത് ദുർബലരെ സഹായിക്കുന്നതിനും സമൂഹത്തെ സേവിക്കുന്നതിനും വേണ്ടി അയാൾ ഉപയോഗിക്കുന്നു. ഒരു നീചന്റെ ബലമുണ്ടെങ്കിൽ അത് ജനങ്ങളെ പീഡിപ്പിക്കുവാനും ദുർബലരെ ഉപദ്രവിക്കുവാനും അയാളെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ വിദ്യാഭ്യാസവും ധനവും ശാരീരിക ബലവും മൂല്യം നേടുന്നത് അവ ഉപയോഗിക്കപ്പെടുന്ന രീതിയിൽ നിന്നാണെന്ന് കാണാം. വ്യക്തിയിൽ പരിവർത്തനം ഉണ്ടായി അയാൾ നല്ലവനാകുമ്പോൾ മാത്രമേ സമൂഹത്തിന് ഭേദപ്പെട്ട അവസ്ഥയിലേക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കുന്നതിന് പകരം സ്വയം തെറ്റുതിരുത്തൽ എന്ന പ്രക്രിയയിൽ നിരന്തരം ഏർപ്പെടുകയാണ് മനുഷ്യർ ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ 100 കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പകരം ഒരാൾ തന്റെ ഒരു തെറ്റ് തിരുത്തുകയാണെങ്കിൽ അയാൾ അയാളുടെ ജീവിതം പവിത്രമാക്കുകയായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾ ഏത് പ്രവൃത്തിയും ചെയ്യുന്നതിന് മുൻപ് അത് ശരിയാണോ തെറ്റാണോ നല്ലതാണോ ചീത്തയാണോ എന്ന് പരിശോധിച്ച് നോക്കണം. ഇങ്ങനെ ഒരു അന്വേഷണം നടത്തുമ്പോൾ ചിലപ്പോൾ ഒരു ദുഷ്ടശക്തി പ്രവേശിക്കാറുണ്ട്. അതാണ് അസൂയ. അത് നിങ്ങളുടെ വീക്ഷണത്തെ മറയ്ക്കുന്നു. ഈ അസൂയയ്ക്ക് ഒരു പാപിയായ സഖമുണ്ട്. അതാണ് അഹങ്കാരം. ഈ അഹങ്കാരം ശരീരത്തെയും മനസ്സിനെയും അധീനത്തിലാക്കുവാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവയ്ക്ക് യാതൊരു സ്ഥാനവും നൽകാതിരിക്കാൻ വേണ്ട എല്ലാ ശ്രമങ്ങളും എടുക്കേണ്ടതാണ്. ശക്തിയുടെ ഉറവിടം ഭക്തിയാണ്. ഈ ശക്തി മനുഷ്യന് പല കഴിവുകളും സംഭാവന നൽകുന്നു. ഈ ശക്തിയിലൂടെ മനുഷ്യൻ ഒടുവിൽ വിരക്തി വളർത്തുവാൻ സാധിക്കും. വിരക്തി പുരോഗമിക്കുമ്പോൾ മനുഷ്യന് മുക്തി ലഭിക്കുന്നു. മുക്തി എന്നത് ഒരു പ്രത്യേക അവസ്ഥയോ വസ്തുവോ അല്ല. അത് എല്ലാ ആഗ്രഹങ്ങളെയും ക്രമേണ നിരാകരിക്കുക എന്നതാണ്. കാമം, ക്രോധം, ലോഭം എന്നിവയിൽ നിന്നും ഉളവാകുന്ന ആഗ്രഹങ്ങളെ കഴിയുന്നിടത്തോളം കുറയ്ക്കേണ്ടതുണ്ട്. ഈ 3 ദുസ്വഭാവങ്ങളെയും ത്യജിക്കുവാൻ വിദ്യാർത്ഥികൾ പ്രത്യേക ശ്രമങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ വീക്ഷണത്തെ വിശാലമാക്കുകയും എല്ലാ ജീവജാലങ്ങളോടും ഏകത്വഭാവം വളർത്തുകയും വേണം. ഇത് നേടുവാൻ എളുപ്പമല്ല. പക്ഷേ സ്ഥിരമായ അഭ്യാസം കൊണ്ടും ആധ്യാത്മിക സാധന കൊണ്ടും ഇത് നേടുവാൻ സാധിക്കും. ഭൂഗർഭത്തിലെ ജലം എന്നതുപോലെ ഈശ്വരൻ ഓരോരുത്തരും ഉണ്ടെന്ന് ഓർമ്മിക്കുക. ഈശ്വരൻ സർവഭൂതാന്തരാത്മനും സർവവ്യാപിയുമാണ്. അദ്ദേഹം ഓരോ ജീവിയിലെയും ആത്മനാണ്. അദ്ദേഹം നിങ്ങളിൽ എന്നതുപോലെ ഒരു തടിയിൽ വലുതായി സ്ഥിതി ചെയ്യില്ല. അദ്ദേഹത്തിന്റെ ജ്യോതിബിന്ദു ഓരോരുത്തരുടെയും ഹൃദയമാകുന്ന ഗുഹയെ പ്രകാശിക്കുന്നു. സൂര്യൻ എല്ലാവരിലും ഒരുപോലെ പ്രകാശം ചൊരിയുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹം എല്ലാവരിലും ഒരുപോലെ പതിയുന്നു. നിങ്ങൾ കെട്ടിയുയർത്തുന്ന പ്രതിബന്ധങ്ങളാണ് നിങ്ങൾക്ക് ചൂട് പകരുന്നതിൽ നിന്നും അദ്ദേഹത്തിന്റെ അനുഗ്രഹമാകുന്ന രശ്മികളെ തടയുന്നത്. പ്രശാന്ത് നിലയം പ്രഭാഷണമായിരുന്നു 1988. സായിറാം. സായിറാം. സൈരം സൈരം അനുഭവം പറഞ്ഞോളൂ. അനു എവിടെ നിന്നാണ്, എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറയണേ.
അല്ലേ? തുടങ്ങിക്കോളൂ. സായിറാമേ, കിട്ടുന്നില്ലേ? സായിലാൻ ചേച്ചി പറഞ്ഞോളൂ. വീഡിയോ ഓഫ് ചെയ്തോളൂ, കാരണം ഇത് ഡിസ്കണക്ട് ചെയ്തോണ്ടിരിക്കുന്നു വോയിസ്. ആ സായിറാം, അനു വീഡിയോ ഓഫ് എന്റെ ചെയ്തോളൂ, പേര് അനു. കാരണം ഞാൻ കുറച്ച് ബ്രേക്ക് വരുന്നു. കാഞ്ഞങ്ങാട് സമിതിയിൽ നിന്നുള്ളതാണ്. ഞാൻ ഹൗസ് വൈഫാണ്. അത്രയ്ക്കുള്ള. പിന്നെ അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് സ്വാമി ശരീരം വിട്ടുപോയതിന് ശേഷം ഉണ്ടായ അനുഭവമാണ്. അത് ഈ ഒരു 10 മാസത്തിനുള്ളിൽ ഉണ്ടായ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളാണ്. അത് ഓക്കെ, കേൾക്കാം. ഇപ്പൊ കേൾക്കാമല്ലോ. ഹലോ സായിറാം, കേൾക്കുന്നുണ്ടോ? സായിറാം, കേൾക്കാം. ഞാൻ കേൾക്കുന്നുണ്ടോ? സായിരാം കേൾക്കാം, പറഞ്ഞോളൂ. സായിറാം, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പം എന്താ പറയാ, ഞാൻ കുട്ടിക്കാലം മുതലേ സായി ഭക്തയാ. അത് എന്ന് വെച്ചാൽ അമ്മയുടെ അച്ഛൻ സായി ഭക്തനായിരുന്നു. സ്വാമിയുടെ അടുത്ത്. ഹലോ, കേൾക്കുന്നുണ്ടോ? സായിറാം, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സായിറാം, കേൾക്കാം. അപ്പൊ സ്വാമിയുടെ അടുത്ത് കുട്ടിക്കാലം മുതലേ സ്വാമിയുടെ അടുത്ത് അപ്പൂപ്പൻ സേവയിലൊക്കെ പോവാറുണ്ട്. അങ്ങനെ ഞാനും ഒരു ഭക്തയാണ്. പറഞ്ഞോളൂ. അപ്പൊ അച്ഛനും അമ്മയും എനിക്ക് 2 ചേട്ടന്മാരുമാണ് ഉള്ളത്. അവരൊക്കെ പുട്ടപർത്തി പോയിട്ടുണ്ട്. ഞാൻ ഇതുവരെ പുട്ടപർത്തി പോയിട്ടില്ല. അപ്പൊ ഞാൻ കുട്ടിക്കാലം മുതലേ അച്ഛൻ്റെ അടുത്ത് പറയാം, അച്ഛാ ഞാൻ മാത്രം പുട്ടപർത്തി പോയില്ല, എന്നെ കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ 9ാം ക്ലാസ്സിലായപ്പോൾ സ്വാമിയെ പോയി കണ്ടു. സ്വാമിയെ പോയി ദർശിച്ചു. ദൂരെ ഇരുന്ന കണ്ടത്. അതിനുശേഷം പ്രശാന്തി നിലയത്തിൽ വെച്ച് ഒരു സേവാദളിന്റെ കയ്യിൽ നിന്ന് ഞാൻ എൻ്റെ കൈ തട്ടി ഒരു ഭഗവാന്റെ ഫോട്ടോ തറയിൽ വീണ്. അങ്ങനെ ഞാൻ അതെടുത്ത് ആ മനുഷ്യന് കൊടുത്തപ്പോൾ അത് എനിക്ക് മോള് വെച്ചോ എന്ന് പറഞ്ഞ് തിരിച്ചു തന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കും ഭഗവാൻ എന്നെയും ബ്ലസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷമായി. അതിനൊക്കെ ശേഷം പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിന് സ്വാമി ഭക്തനല്ല, അദ്ദേഹത്തിന് ഇപ്പോഴും ഭക്തനല്ല. അപ്പോൾ അതിനുശേഷം അപ്പം ഇനി വീട്ടിൽ വെച്ചിരുന്ന് ഞാൻ ആരതിയൊക്കെ അമ്മ ഇരുന്ന് ഭജനയൊക്കെ ചൊല്ലുമ്പോൾ ആരതിയൊക്കെ കൂടെ പാടുമായിരുന്നു. കല്യാണത്തിന് ശേഷം പിന്നെ എനിക്ക് ഹസ്ബൻഡുമായിട്ട് ചേർന്നതിന് ശേഷം ഒരു വിശ്വാസമില്ലാത്ത പോലെയായി. എനിക്ക് ഈ ആരതി മന്ത്രം, ആ പാട്ട് പോലും ഭജന പോലും മറന്നുപോയി ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് ഭഗവാനെ എല്ലാ അമ്പലങ്ങളിലും പോവും, എല്ലായിടത്തും പോയി പ്രാർത്ഥിക്കാറുണ്ട്, അത്ര തന്നെ. അപ്പോൾ ഇപ്പൊ ഈ ഒരു 10 മാസത്തിനുള്ളിൽ ഒരു ദിവസം എനിക്കെന്തോ ഒരു ആകെ ഒരു മൂഡ് ഓഫ്. അപ്പൊ ഞാൻ ഒരു ദിവസം ഇരുന്നിങ്ങനെ പറയുക, ഭഗവാനെ എനിക്ക് ആകെ ബോറായി, എനിക്ക് എല്ലാത്തിനോടും ഒരു മുഷിപ്പ് തോന്നുന്നു എന്നിങ്ങനെ പറയുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് എനിക്ക് തോന്നുവാണ് ഭഗവത്ഗീത എടുത്ത് വായിക്കണമെന്ന്. അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് ഒരു 5-6 ദിവസം ഭഗവത്ഗീതയൊക്കെ എടുത്തു വെച്ച് വായിച്ചു. അപ്പൊ പെട്ടെന്ന് വീണ്ടും തോന്നുവാണ് സ്വാമി സത്യസായി ബാബ സ്വാമിയെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള ഒരു മനോഗതി വരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ സ്വാമിയുടെ സനാതന സാരഥിയൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാത്രിയിൽ ഒരു 11 മണി സമയത്ത്
എൻ്റെ റൂമിൽ എൻ്റെ ഹസ്ബൻഡ് കിടന്നുറങ്ങുന്നു, അടുത്ത റൂമിൽ എൻ്റെ 2 മക്കള് കിടന്നുറങ്ങുന്നു. എല്ലാവരും ഉറങ്ങി, 3 പേരും ഉറങ്ങി. ഞാനപ്പം കിടക്കാൻ പോകാം എന്ന് വിചാരിച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് വന്ന് ബെഡിലിരുന്ന് ഒരല്പം നേരം ഫോണൊക്കെ നോക്കും. അങ്ങനെ ജസ്റ്റ് ഫോൺ എടുത്തപ്പോഴത്തേക്ക് പെട്ടെന്ന് റൂമിലൂടെ ഒരു ടോർച്ച് അടിക്കുന്ന പോലെ 2 വെട്ടലായിട്ട് 2 പ്രകാശം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പൊ ഞാൻ കരുതി ഇതെന്ത് സംഭവം, എനിക്ക് മനസ്സിന് ഉറപ്പില്ല. ഇത് ഭഗവാൻ സത്യസായി സ്വാമിയെ ഞാൻ ഭക്തിയായിരുന്നെങ്കിലും എനിക്ക് ആ ഉറപ്പില്ല, വിശ്വാസക്കുറവ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ എനിക്ക് ഇതെന്തുവാ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ഞാൻ ഉടനെ ജനൽ തുറന്ന് നോക്കി. അപ്പം വീട്ടിലൊരു പട്ടിയുണ്ട്. ആ പട്ടിയാണെങ്കിൽ ഉറക്കെ കുരയ്ക്കുന്നതായിട്ടോണ്ട് ഞാൻ വിചാരിച്ചു ഇതെന്തുവാന്ന് മനസ്സിലാവാതെ വീണ്ടും നോക്കി. അപ്പൊ നോക്കിയ സമയത്ത് ആകാശത്തുനിന്ന് ഒരു നീല പ്രകാശം വന്ന് വീട്ടിന്റെ മുറ്റത്ത് വീഴുകയാണ്. അത് അവിടെ വന്ന് അടിച്ചിട്ട് അത് നേരെ പെതുക്കെ വളരെ വളരെ ശാന്തതയാണ് എനിക്കപ്പോൾ ഫീൽ ചെയ്തത്. വളരെ ശാന്തമായിട്ട് ആ പ്രകാശം എൻ്റെ റൂമിനുള്ളിൽ വരുക. ആ റൂമിനുള്ളിൽ വന്ന് ഞങ്ങളുടെ ആ റൂമിൽ മാത്രമേ ഉള്ളൂ ആ പ്രകാശം. ആ ബ്ലൂ പ്രകാശം മാറി നല്ലൊരു വെളിച്ചം. ആ വെളിച്ചം ഞങ്ങളെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ റൗണ്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കര അതിശയം, ഞാൻ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കുറച്ച് ദിവസമായിട്ട് ഭഗവത്ഗീതയൊക്കെ വായിക്കുകയല്ലേ, അപ്പോൾ ഞാൻ എന്നിട്ടും ഒരു സംശയം, ഞാൻ പുറത്തോട്ട് നോക്കിയ സമയത്ത് അവിടെ എങ്ങും ഒന്നുമില്ല. പട്ടി കുരയൊക്കെ നിർത്തി, എല്ലാം സൈലന്റ്. ഉള്ളിൽ അപ്പോഴും ഞാൻ പുറത്തു നോക്കുന്ന സമയത്തും ഞങ്ങൾ എങ്ങനെ ആ പ്രകാശം റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഭഗവാന്റെ അനുഗ്രഹം എന്തോ. അങ്ങനെ ഞാൻ ഉടനെ ബെഡിനകത്തിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നൽ, സ്വാമി നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തുമെന്ന് പറയുന്ന പോലെ. അപ്പൊ എന്റെ മനസ്സിൽ ഉടനെ ഞാൻ തന്നെ അവിടെ ഇരുന്ന് പറയാ, എന്റെ ഗുരു വന്നു. ഇന്ന് ഗുരുപൂർണിമ ദിവസമായിട്ട് എനിക്ക് ഈ ഒരു വ്യാഴാഴ്ച ദിവസം ഇന്ന് എനിക്ക് പറയാൻ അവസരം കിട്ടിയത് എൻ്റെ ഭഗവാൻ എന്നെ പറഞ്ഞേൽപ്പിച്ച പോലെ എനിക്ക് ഫീൽ ആയത്. അപ്പൊ എൻ്റെ ഗുരു വന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ സ്വാമി എന്നോട് പറയാണ്, എൻ്റെ മനസ്സിലൊരു തോന്നലത്, നിന്നോടൊപ്പം എപ്പോഴും ഞാൻ കൂടെയുണ്ട്, നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന്. അങ്ങനത്തെ ഒരനുഭവം. പിന്നീട് അതിനുശേഷം ഇതുപോലെ സനാതന സാഹിത്യം വായിക്കുന്നതിലൊരു എനിക്കല്ലാതെ ഒന്നും അറിയത്തില്ല ഇതിനെക്കുറിച്ചൊന്നും. ഞാൻ വൈകിട്ട് സമയങ്ങളിൽ മാത്രമേ വിളക്ക് കൊളുത്തുന്ന ഒരാളാണ്, അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എനിക്ക് അത് വായിച്ചപ്പം ധ്യാനം ചെയ്യണമെന്ന് തോന്നി. അപ്പൊ ധ്യാനം ചെയ്യുന്ന ഒരു കോൺസെൻട്രേഷനിലോട്ട് ഇരുന്ന് ഭഗവാനെ ഭജിക്കിരിക്കുക, ഇത്ര എനിക്ക് അറിയൂ. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ദിവസം അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, സ്വാമി എനിക്ക് ധ്യാനം ചെയ്യാനൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് തിരിയുന്നില്ല, എനിക്കൊന്നും കാണുന്നതുമില്ല, ഭഗവാൻ എന്താ ഇത്, ഈ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ഞാൻ ചോദിച്ച ആ സ്പോട്ടിൽ തന്നെ ഞാൻ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. ഞാൻ കറങ്ങാന്ന് വെച്ചാൽ എൻ്റെ മനസ്സ് വല്ലാണ്ട് കറങ്ങാൻ തുടങ്ങി. ആ മനസ്സ് കറങ്ങുന്നതിനോടൊപ്പം തന്നെ ഞാൻ ജപിക്കുന്ന എൻ്റെ നാമം എൻ്റെ ചെവിയിൽ ഉറക്കെ കേൾക്കാൻ തുടങ്ങി. എൻ്റെ സൗണ്ടോ ഒന്നും ഞാൻ മിണ്ടുന്നില്ല. എൻ്റെ ചെവിയിൽ ഞാൻ എൻ്റെ ജപിക്കുന്ന നാമം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുക. ആ മനസ്സ് കറങ്ങുന്നതിനോടൊപ്പം തന്നെ, അതായത് ഒരു ഫാൻ എങ്ങനെ കറങ്ങും അതുപോലെ അത് കറങ്ങുവാണ്. അതുപോലെ തന്നെ അത് കറങ്ങി ആ സൗണ്ടും അതുപോലെ തന്നെ പതുക്കെ കുറഞ്ഞു വന്ന് അതങ്ങ് നിന്ന് ആ കറക്കവും നിന്ന്. അപ്പോൾ ഉടനെ എൻ്റെ മനസ്സിൽ ഭഗവാൻ പറഞ്ഞു തന്ന പോലെ ഇങ്ങനെ പല വൈബ്രേഷൻസും ധ്യാനം ചെയ്യുമ്പം നമുക്കുണ്ടാവും. നമുക്കിതുപോലെ ഒരുപാട് നാമങ്ങൾ നമ്മൾ ജപിക്കും തോറും നമ്മുടെ ചെവിയിൽ വന്നത് കേൾക്കാൻ തുടങ്ങും. ഇങ്ങനത്തെ പല അനുഭവങ്ങളായിട്ട് ഓരോരുത്തർക്കും അത് ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു തോട്ട്സ് ആണ് എനിക്ക്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് അപ്പോഴും ഭഗവാൻ എനിക്ക് ഗുരുവാണ് സ്വാമി. പിന്നെ അതിനുശേഷം എനിക്ക് ഇതുവരെ ധ്യാനം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതെൻ്റെ ഒരു ചെറിയൊരു അനുഭവമാണ്. പിന്നെ അതിനുശേഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ 2-3 ചെറിയ അനുഭവങ്ങളുണ്ട്. അത് സമയമുണ്ടോ? പറഞ്ഞോളൂ, ധാരാളം സമയമുണ്ട്. അതിനുശേഷമാണെങ്കിൽ എനിക്ക്
ഞാൻ സേവയ്ക്ക് സംഘടനയിലൊന്നും ഇല്ലായിരുന്നു, അതുപോലെ ബാലവികാസിലൊന്നും ചേർന്നിട്ടൊന്നും ഇല്ല, ഇതുവരെ എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതും ഒരു ഇതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് കാഞ്ഞങ്ങാട്, അതൊരു പറയാനൊരു ചെറിയൊരു കാര്യമുണ്ട്, ഒരു അനുഭവമാണ്. എന്തായാലും ഞാൻ കാഞ്ഞങ്ങാട് സേവാ സമിതി തിരക്കി ഞാൻ അവിടെ ചെല്ലുമായിരുന്നു. അവിടെ ഉള്ള ആരെയും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ചെല്ലുമായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം അതിന്റെ അടുത്ത ആഴ്ച, അതായത് നമ്മുടെ വിഷു കഴിഞ്ഞിട്ട് ഉള്ള ദിവസം ഞാൻ പുട്ടപർത്തി പോയി. ഞാൻ 9ാം ക്ലാസ്സിലാണ് ആദ്യം പുട്ടപർത്തി പോയത്. അതിനുശേഷം ഞാൻ പുട്ടപർത്തി പോകുന്നത് അപ്പോഴാണ്, ഈ ഒരു അനുഭവങ്ങൾക്ക് ശേഷം, അതായത് പിന്നെ സേവാസമിതി വന്നതിന് ശേഷം. പുട്ടപർത്തി പോകുന്നതും അതുപോലെ. പുട്ടപർത്തി പോകുമ്പം എനിക്ക് പുട്ടപർത്തി പോകാൻ ഒരു താല്പര്യമില്ല. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ എപ്പോഴും എല്ലായിടത്തും പോകുന്നത്. അപ്പോൾ അദ്ദേഹം അതൊന്നും സമ്മതിക്കത്തില്ല, അദ്ദേഹം വരത്തുമില്ല. അതുകൊണ്ട് എനിക്ക് സ്വാഭാവികമായും ആ ഒരു ഇല്ല, നടക്കത്തില്ല, നടക്കാത്ത കാര്യമാണ് എന്നുള്ളൊരു വിചാരമായിരുന്നു. അപ്പോൾ എൻ്റെ നാട് കൊല്ലവാ, ഞാൻ ഇവിടെ ഇപ്പം കാസർഗോഡാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അമ്മയെ എല്ലാ ദിവസവും ഫോൺ വിളിക്കാറുണ്ട്. അപ്പോൾ അമ്മയായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പം അമ്മ പറഞ്ഞു, അതിനെന്താ നീ പോകണം. എൻ്റെ ചേട്ടനാണെങ്കിൽ ബാംഗ്ലൂരാണ്, ചേട്ടനും ഫാമിലിയും ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അവരുടെ അടുത്ത് പോയിട്ട് നീ പോകാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്നാ ഒന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡിനോട് വിളിച്ചപ്പോൾ അങ്ങ് സമ്മതിച്ചു. എന്തുകൊണ്ടോ സമ്മതിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല, സമ്മതിച്ചു. എന്നിട്ട് ഞാൻ ആയിട്ട് പുട്ടപർത്തിക്ക് പോകാൻ. അപ്പോൾ അവിടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്ക് ഭയങ്കര റഷ്, വണ്ടി തിരക്ക് കാരണം പോകാൻ പറ്റുന്നില്ല. ട്രെയിനിൻ്റെ ടൈമായിട്ട് ഞങ്ങൾ റോഡിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, എന്തായാലും ഞങ്ങൾ വന്ന് ട്രെയിനിൽ കയറി ഇരുന്നതും ട്രെയിൻ എടുത്തതും ഒന്നിച്ച്. അപ്പോൾ ഭഗവാൻ ഞാൻ ആഗ്രഹിക്കാതിരുന്നിട്ട് പോലെ എന്നെ കൊണ്ടുപോകാമെന്ന് എനിക്ക് തോന്നി. സ്വാമി എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന പോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ പുട്ടപർത്തി ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂം എടുക്കാൻ പ്രശാന്തി ആശ്രമത്തിനുള്ളിൽ റൂം എടുക്കാമെന്ന് കരുതി. അങ്ങനെ റൂം എടുക്കാനായിട്ട് പോയപ്പം റൂമില്ല. അപ്പം പറഞ്ഞ് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ ഒരു റൂം വെക്കേറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങനെ റൂമിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു ഡോറ് തുറന്ന് അകത്ത് പോകുമ്പോൾ 2 റൂം, അതിനകത്ത് 6 ബെഡ്, ഞങ്ങൾ 6 പേരും. അങ്ങനെ അതിലും ഭഗവാൻ ഞങ്ങളെ അതിശയിപ്പിച്ച് 6 ബെഡും 6 പേരും. അതും ഒരു വലിയ സന്തോഷമായിട്ട് തോന്നി. ഭഗവാൻ അത് അനുഗ്രഹിച്ച പോലെ തോന്നി. പിന്നെ 2-3 ദിവസം അവിടെ നിന്നിട്ട് പിന്നെ തിരിച്ചു വരുമ്പോഴും നമുക്കിതുപോലെ ട്രെയിൻ ടിക്കറ്റ് കൺഫേംഡ് ആയിട്ടില്ല, വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുക. എന്നിട്ട് തലേന്നായപ്പോൾ കൺഫേം ആയപ്പോഴോ ആ 6 ടിക്കറ്റ് ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ഇരുന്ന് വരാനുള്ള സൗകര്യം. അങ്ങനെ നല്ല സന്തോഷത്തോടെ 2ാമത്തെ വട്ടം, ഇപ്പോഴും ഇത്രയും നാളുകൾക്ക് ശേഷം 2ാമത്തെ വട്ടം പുട്ടപർത്തിക്ക് പോയിട്ട് വന്ന്. ഇങ്ങനത്തെ കൊച്ചു ചില അനുഭവങ്ങളുണ്ട്. ഇതുപോലെ ഞാൻ കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. ഞാൻ കറക്റ്റ് സമയത്തിനൊന്നുമല്ല വിളക്ക് കൊളുത്തുന്നത്. ഞാൻ വിളക്ക് കൊളുത്താൻ തുടങ്ങിയത് തന്നെ 2 വർഷമായിട്ടാണ് രാവിലെ വിളക്ക് കൊളുത്താൻ തുടങ്ങിയത്. വൈകിട്ടേ വിളക്ക് കൊളുത്താറുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ 5:30-ക്കോ 5:45-നോ 6 മണിക്കോ ഒക്കെയാണ് വിളക്ക് കൊളുത്തുന്നത്. അപ്പോൾ ഞാൻ 5:30 മണിയായപ്പോൾ ഒരു ദിവസം വിളക്ക് കൊളുത്തുന്ന റൂമിൻ്റെ മുന്നിൽ വന്നപ്പോഴത്തേക്ക് പെട്ടെന്നൊരു സൗണ്ട് എന്ന് വെച്ചാൽ അതൊരു വലിയ സൗണ്ടും അല്ല, ഒരു ചെറിയ സൗണ്ടും അല്ല, ഒരു മീഡിയം ലെവലിലെ സൗണ്ട്. എന്ന് വെച്ചാൽ ഒരു പാത്രവും ചെണ്ടയും കൂടി അടിക്കുന്ന ഒരു സൗണ്ടാണ്. ചെണ്ട അടിക്കുന്ന നന്നായിട്ട് വ്യക്തമാവുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ റൂമിൻ്റെ 4 ചുറ്റുമുള്ള റൂമുകളിൽ പോയി നോക്കാൻ, ഇതെന്തോ എവിടുന്നാ ഈ സൗണ്ട് വരുന്നതെന്ന്. ഞാൻ മാത്രമേ ഉണർന്നിട്ടുള്ളൂ, ബാക്കി 3 പേര് ഉറക്കമാണ്. ഞാൻ ആ റൂമുകളിലെല്ലാം പോയി നോക്കി, പക്ഷെ അവിടെ എങ്ങും ആ സൗണ്ട് കേൾക്കുന്നില്ല. ആ സൗണ്ട് വിളക്ക് കൊളുത്തുന്നിടത്ത് തന്നെ. ഞാൻ വീണ്ടും അവിടെ വിളക്ക് കൊളുത്തുന്നിടത്ത് വരുമ്പോഴും ആ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ആ സൗണ്ട് പെതുക്കെ അങ്ങ് അവസാനം ഒരൊറ്റ ചെണ്ടയടിയായിട്ട് അത് നിന്നു. അപ്പോഴും ഭഗവാൻ പറഞ്ഞു തരുന്നത് കൃത്യമായ സമയത്ത് വിളക്ക് കൊളുത്തണം. ഞാൻ കൃത്യസമയത്ത് അവിടെ എന്നും വിളക്ക് കൊളുത്തുമ്പോൾ എത്തും, പക്ഷെ നീ അത് സമയത്തിന് ചെയ്യുന്നില്ല എന്നൊരു കൺസെപ്റ്റാ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനത്തെ കൊച്ചു കുറെ ചെറിയ അനുഭവങ്ങളായിരുന്നു ഭഗവാൻ എനിക്ക് തന്നത്. അപ്പൊ എനിക്ക് ഭഗവാൻ എൻ്റെ മുന്നിൽ ഒരു ഗുരുവാണ്. അത് ഈ ഒരു ദിവസം തന്നെ സ്വാമി എന്നോട് ഇതൊക്കെ പറയാൻ പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സായിറാം. എൻ്റെ വാക്കുകളെല്ലാം സ്വാമിയുടെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു.
അനു ഹലോ. വളരെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള അനുഭവങ്ങളാണ് അനു പങ്കുവച്ചത്. താങ്ക് യു സോ മച്ച്. ഇതൊക്കെ എത്ര എത്ര റയർ ആയിട്ടുള്ള അനുഭവങ്ങളാണ്. അതായത് ഹൃദയം കൊണ്ട് ഭഗവാനെ, പുറമേക്കൊന്നുമില്ലെങ്കിലും ബാഹ്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ ഭഗവാൻ അതെ. എല്ലാം ചെയ്തു തരും എന്നുള്ളതിനാണ് അനുവിന്റെ അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം. താങ്ക് യു സോ അതെ. മച്ച് മോളെ. സായിരാം. സായിരാം, സായിരാം. ఈ బ్రహ్మనే మనకు గురువు, ఈ యొక్క విష్ణువే మనకు గురువు, ఈ ఈశ్వరుడే మనకు గురువు అనేటువంటి యొక్క తత్వం లోపల దీన్ని ఏకత్వంగా భావిస్తూ వచ్చింది. When you say that Brahma is the preceptor Guru, Vishnu is Guru, Ishvara is Guru, this is how you'll have to understand in this perspective. ఇట్టి పవిత్రమైన అర్థమును కూడినటువంటి యొక్క ఒక శ్లోకమునకు ఏదో గురుత్వానికి ఒక అల్పత్వంగా మనం భావించి దీనిని అనేకత్వంగా మనం విభజించి నానత్వాన్ని స్వీకరించి యథార్థాన్ని విస్మరిస్తూ వస్తున్నాం. This sloka or this stanza, which has got such a glorious meaning and understanding and correct interpretation of Brahmatva, Vishnu Tattva and Ishwaratva, have been wrongly interpreted to give a narrow meaning as if they are three persons. Gurur Brahma, Gurur Vishnu, Gurudevo Maheshwara, Guru Sakshat Parabrahma, Tasmai Sri Gurave Namaha. దీని అంతరార్థం ఏమిటి? గురుర్ బ్రహ్మ, సృష్టికర్త కాదు. వాక్కే మనకు నిజమైనటువంటి గురువు. గురుర్ విష్ణు, మనస్సు, సర్వవ్యాపకమైనటువంటి మనస్సు, సర్వత్రా తిరిగేటువంటి మనస్సు, సర్వభూతముల యందు కూడా ఉండినటువంటి మనస్సు, సర్వక్షేత్రముల యందు కూడాను ప్రతిష్ఠ అయినటువంటి మనస్సు, అదే విష్ణుత్వము. What do you mean by this sloka? It only means that the word is Brahma and that must be taken as Guru. Mind also, which is all pervasive, must be taken as Guru and as an aspect of Vishnu. The mind which గురుదేవో మహేశ్వర, అదే హృదయ స్థానము. heart must be taken as Guru, as Ishvara. గురు సాక్షాత్ పరబ్రహ్మ, తస్మై శ్రీ గురవే నమః. ఈ మూడింటి యొక్క ఏకత్వమైనటువంటి యొక్క దివ్యత్వమే ఆత్మతత్వము, అదే మనకు గురువు అని చెప్పారు. And in fact, the Parabrahma Swarupa, which is a combination of Brahma, Vishnu, Maheshwara, all these three aspects of world, mind and heart, that alone is divinity and a true divinity. അനു ഭജന പാടിക്കോളൂ. സായിരാം. ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി, ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, നന്ദകുമാര നവനീത ചോര, നന്ദകുമാര നവനീത ചോര, ഹൃദയ വിഹാര ബടാദിത ചോര, ഭക്തി വിഹാര ബടാചിത്ത ചോര, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, നന്ദകുമാര നവനീത ചോര, നന്ദകുമാര നവനീത ചോര, ഹൃദയ വിഹാര ബടാചിത്ത ചോര,
ഭക്തിവിഹാര ബടാ ചിത്തചോര ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി. സായിറാം. സായിരാം. സായി ഉപമ: വെറുപ്പ് ബാധിക്കുകയാണെങ്കിൽ പ്രേമം വിഷമയമായി മാറുന്നു. കുറച്ചു പേരെ സ്നേഹിക്കുക, പക്ഷെ മറ്റുള്ളവരെ വെറുക്കാതിരിക്കുക. അത് സ്നേഹത്തെ മലിനവും മാരകവും ആക്കി തീർക്കുന്നു. ഒരു യോഗിക്ക് പ്രേമം സ്വാഭാവികമായി ഉണ്ടാകുന്നു. എന്നാൽ ഒരു സാധകന് അല്ലെങ്കിൽ സാധാരണക്കാരന് സേവനത്തിലൂടെയും ആത്മീയ അന്വേഷണത്തിലൂടെയും പ്രേമം സ്വായത്തമാക്കേണ്ടതുണ്ട്. പ്രേമം നാവിൽ നിന്നോ ബുദ്ധിയിൽ നിന്നോ അല്ല ഉണ്ടാകേണ്ടത്, ഹൃദയത്തിൽ നിന്നുമാണ് അത് പ്രവഹിക്കേണ്ടത്. നിങ്ങൾ ഒരു പരീക്ഷയിൽ നിങ്ങളുടെ ഉത്തരങ്ങൾക്കനുസരിച്ച് മാർക്കുകൾ കിട്ടുന്നു. കൂടുതലുമില്ല, കുറവുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് 100-ൽ 5 മാർക്കോ 6 മാർക്കോ ആണ് കിട്ടിയതെങ്കിൽ പരീക്ഷകൻ അത് 0 മാറ്റുന്നു. കാരണം 0-നും 5-നും 6-നും ഒരേ വിലയാണുള്ളത്. അത് നിഷ്പ്രയോജനമാണ്. എന്നാൽ നിങ്ങൾക്ക് പാസ്സാകേണ്ടതിന് വേണ്ടത്ര മാർക്കിൽ നിന്നും ഒരല്പം കുറവാണ് ലഭിക്കുന്നതെങ്കിൽ പരീക്ഷകൻ ആ 2-3 മാർക്കുകൾ നൽകി ഗ്രേസ് മാർക്ക് തന്ന് നിങ്ങളെ ജയിപ്പിക്കുന്നു. സാധനയുടെ കാര്യത്തിലും ഇതുപോലെയാണ്. ചെറിയ പുരോഗതി പരാജയത്തിന് സമം തന്നെയാണ്. എന്നാൽ നല്ല പുരോഗതി കൈവരിക്കുന്ന ഒരു സാധകന്റെ ശ്രമങ്ങൾ അഭിനന്ദിക്കപ്പെടുകയും ഈശ്വരാനുഗ്രഹം നേടിത്തരികയും ചെയ്യുന്നു. ജയ സായിരാം. അനു സമസ്ത ലോക പറഞ്ഞോളൂ. സായിറാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിറാം.